നിയമം കയ്യിലെടുത്താൽ ശിക്ഷ ഉറപ്പാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നിയമം മനുഷ്യന്റെ വികാരങ്ങൾക്കും സാഹചര്യങ്ങൾക്കും പ്രാധാന്യം നൽകും. സ്വന്തം മകളുടെ മാനത്തിനു വേണ്ടി പോരാടി നിയമ നടപടി നേരിട്ട മധുര സ്വദേശിനി ഉഷാറാണിക്ക് അനുകൂലമായി ഹൈക്കോടതി നടത്തിയ വിധി രാജ്യമെമ്പാടും ശ്രദ്ധ നേടുകയാണ്. ധാർമ്മികതയുടെ പേരിൽ നടത്തിയ ഈ പോരാട്ടം കണക്കിലെടുത്ത് ഉഷാറാണിയെ കോടതി ശിക്ഷയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. സ്വന്തം മകളുടെ മാനത്തിനു വേണ്ടി പോരാടിയ ഈ അമ്മയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. നീ വന്നില്ലെങ്കിൽ വേണ്ട, നിന്റെ മകൾ എന്റെ കൂടെ കിടന്നാൽ മതി. മദ്യപാനിയായ ഭർത്താവിന്റെ ഈ ക്രൂര വാക്കുകളും 16-കാരിയായ മകളെ കിടപ്പറയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയുമാണ് ഒരമ്മയുടെ ഉള്ളിൽ അഗ്നി പടർത്തിയത്. മധുരയിൽ ജീവിതത്തിലുടനീളം ഭർത്താവിന്റെ പീഡനങ്ങളും ചൂഷണങ്ങളും സഹിച്ച് 4 മക്കൾക്ക് വേണ്ടി ജീവിച്ച ഉഷാറാണിയുടെ ധീരമായ നിലപാടാണ് ഈ സംഭവത്തിന് വഴിതെളിച്ചത്. ഒടുവിൽ പ്രതിരോധത്തിന്റെ ഭാഗമായി ഭർത്താവിനെ കൊല്ലേണ്ടി വന്ന ഈ അമ്മയെ നിയമം ശിക്ഷയിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു. 18-ാം വയസ്സിൽ വിവാഹിതയായ ഉഷാറാണിക്ക് മദ്യത്തിനടിമയായ ഭർത്താവിൽ നിന്ന് നേരിടേണ്ടി വന്നത് ദുരിതപൂർണമായ ജീവിതമായിരുന്നു. മദ്യപാനം മൂലം ബിസിനസ് തകർന്നു. എന്നിട്ടും ഉഷയെയും 4 മക്കളെയും അയാൾ നിരന്തരം സാമ്പത്തികമായും ശാരീരികമായും ഉപദ്രവിച്ചു. ഭർത്താവിന്റെ സഹോദരി വിദ്യാഭ്യാസമില്ലാത്ത പെൺകുട്ടി ആയതുകൊണ്ട് തന്റെ MPhil ബിരുദധാരിയായ അനുജനെ വിവാഹം ചെയ്തു നൽകാൻ ഉഷ വിസമ്മതിച്ചതോടെ പീഡനം അതിരുകടന്നു. അതിനിടെ മൂത്ത മകളായ 14 വയസ്സുകാരിയെ ഇറച്ചിക്കടയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് വിവാഹം കഴിച്ചു നൽകാൻ ഭർത്താവ് തീരുമാനിച്ചത് ഉഷയെ ചൊടിപ്പിച്ചു. ശക്തമായി എതിർത്ത ഉഷയെ അയാൾ ക്രൂരമായി മർദ്ദിക്കുകയും മകളുടെ പഠനം നിർത്തലാക്കുകയും ചെയ്തു. എന്നാൽ സ്കൂൾ അധികൃതരുടെ സഹായത്തോടെ മകളെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കാൻ ഉഷ തീരുമാനിച്ചു. അതിൽ കുപിതരായ ഭർത്താവും വീട്ടുകാരും ചേർന്ന് ഉഷയുടെ 2 കാലുകളും തല്ലിയൊടിക്കുന്ന സംഭവം വരെയുണ്ടായി. ഇളയ മകനാണ് അന്ന് അമ്മ നേരിട്ട ക്രൂരത പോലീസിനോട് വെളിപ്പെടുത്തിയത്. തുടർന്ന് പോലീസ് ഭർത്താവിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇനിയൊരു ജീവിതം ഇയാൾക്കൊപ്പം ഇല്ല എന്ന് തീരുമാനിച്ച ഉഷാറാണി വിവാഹമോചനത്തിന് അപേക്ഷ നൽകി മക്കളോടൊപ്പം സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം ഉഷാറാണിയെ തേടി അടുത്ത പ്രതിസന്ധിയുമെത്തി. ഭർത്താവ് പോലീസിൽ വ്യാജ പരാതി നൽകി ഉഷയെ മോശക്കാരിയാക്കി ചിത്രീകരിച്ചു. എന്നാൽ ഉഷയുടെ അവസ്ഥ മനസ്സിലാക്കിയ മധുര സർക്കാർ അവൾക്ക് സർക്കാർ ആശുപത്രിയിൽ കാഷ്യറായി ജോലി നൽകി. ജോലിയോടൊപ്പം ബിരുദത്തിന് ചേർന്ന ഉഷാറാണി കഠിനാധ്വാനത്തിലൂടെ തമിഴ്നാട് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിൻ വിഭാഗം ചുമതലയിലേക്ക് എത്തുകയും ചെയ്തു. ജീവിതം അവിടെ നിന്നും പതുക്കെ മെച്ചപ്പെട്ടു വരുന്നതിനിടയിലാണ് ഭർത്താവ് വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. വഴിവിട്ട ബന്ധങ്ങളിലൂടെ എയ്ഡ്സ് രോഗിയായി മാറിയ അയാൾ മാപ്പപേക്ഷിച്ച വീട്ടിലെത്തി. മക്കളുടെ നിർബന്ധപ്രകാരം ഉഷാറാണി അയാളെ വീട്ടിൽ താമസിപ്പിക്കാൻ സമ്മതിച്ചു. എന്നാൽ അയാൾ പക വീട്ടാനാണ് എത്തിയതെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. രോഗം മൂർച്ഛിച്ചിട്ടും ഉഷാറാണിയെ ഭരിക്കാനും ലൈംഗികമായി ഉപദ്രവിക്കാനും ശ്രമിച്ചതോടെ ഉഷ അയാളെ വീണ്ടും വീട്ടിൽ നിന്ന് പുറത്താക്കി. എന്നാൽ പ്രതികാരദാഹിയായി തിരിച്ചെത്തിയ അയാൾ ഉഷയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ വീണ്ടും ശ്രമിച്ചു. വഴങ്ങാതെ വന്നപ്പോൾ നീ വന്നില്ലെങ്കിൽ വേണ്ട, നിന്റെ മകളെയെങ്കിലും എനിക്ക് വേണമെന്നലറിക്കൊണ്ട് 16-കാരിയായ മകളെ കിടപ്പറയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി വാതിലടച്ചു. മകളുടെ നിലവിളി കേട്ട് ഒരു നിമിഷം പോലും വൈകാതെ ഉഷാറാണി കയ്യിൽ കിട്ടിയ മകന്റെ ക്രിക്കറ്റ് ബാറ്റും എടുത്ത് വാതിൽ തല്ലിപ്പൊളിച്ചകത്തു കയറി. മകളെ ഉപദ്രവിക്കാൻ നിന്ന ഭർത്താവിനെ അതിക്രൂരമായി മർദ്ദിച്ച് കൊല്ലുകയും ചെയ്തു. ശേഷം ഉഷാറാണി പോലീസിൽ കീഴടങ്ങി. ഇതിനെ തുടർന്ന് ഉഷാറാണിക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തി കേസെടുത്തു. എന്നാൽ വിചാരണ കോടതി ഉഷാറാണിയെ കുറ്റക്കാരിയാക്കി കണ്ടെത്തുകയും തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു. തുടർന്ന് ഉഷാറാണി ഹൈക്കോടതിയെ സമീപിച്ചു. കൊലപാതകത്തിന്റെ സാഹചര്യം വിശദമായി പഠിച്ച കോടതി കൊലപ്പെടുത്താനോ മാനഭംഗത്തിനിടയിലോ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്ത കൊലയ്ക്ക് ലഭിക്കുന്ന ആനുകൂല്യം ഇവർക്കും ലഭിക്കണമെന്ന് കണ്ടെത്തി. വിചാരണ കോടതിയുടെ വിധിക്കെതിരെ ഉഷാറാണി ഹൈക്കോടതിയെ സമീപിച്ചതോടുകൂടിയാണ് മാറ്റം തുടങ്ങിയത്. കേസ് വിശദമായി പഠിച്ച ജസ്റ്റിസുമാർ നടത്തിയ നിരീക്ഷണങ്ങൾ ശ്രദ്ധേയമായിരുന്നു. ഉഷാറാണി ചെയ്തത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കൊലപാതകമല്ല, മറിച്ച് സ്വന്തം മകളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു എന്ന് കോടതി വിലയിരുത്തി. വർഷങ്ങളോളം ഭർത്താവിന്റെ പീഡനവും മർദ്ദനവും സഹിച്ച വ്യക്തിയാണ് ഉഷാറാണി. മകൾക്ക് നേരെ അതിക്രമം വന്നപ്പോൾ പ്രതികരിച്ചു. അതൊരു തീപ്പൊരി വീണാൽ ആളിക്കത്തുന്ന ഉണങ്ങിയ പുല്ല് പോലെയായി മാറിയിരുന്നു അവളെന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ഈ നിർണായക വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഉഷാറാണിയെ കൊലപാതകത്തിന് നൽകിയ തടവ് ശിക്ഷയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കി. വിചാരണയുടെയും ജയിൽവാസത്തിന്റെയും ഘട്ടത്തിൽ ഉഷാറാണി അനുഭവിച്ച ദുരിതങ്ങൾ ശിക്ഷയായി കണക്കാക്കാമെന്നും കോടതി നിരീക്ഷിച്ചു. ഇതോടെ ഉഷാറാണിയെ കോടതി ശിക്ഷയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തു. നിയമപരമായ പോരാട്ടത്തിനൊടുവിൽ നിരപരാധിയായി പുറത്തിറങ്ങിയ ഉഷാറാണി പിന്നീട് ബിരുദാനന്തര ബിരുദം നേടി ബാങ്കിൽ ജോലിയിൽ പ്രവേശിച്ചു. മക്കളെ നല്ല രീതിയിൽ വളർത്തിയ ആ അമ്മ ഇന്ന് സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയുമാണ് ജീവിക്കുന്നത്. നിയമത്തിന്റെ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് സ്ത്രീകളുടെ അതിജീവനത്തിനും ആത്മരക്ഷാ അവകാശത്തിനും ഊന്നൽ നൽകിയ ഈ വിധി രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയുടെ പുരോഗമനപരമായ കാഴ്ചപ്പാടിന് അടിവരയിടുന്നു.